PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPM നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണം CPM പോലൊരു പാർട്ടി ഒരിക്കലും വച്ചു പൊറപ്പിക്കുന്ന ഒന്നല്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന വിവാദങ്ങൾക്ക് പിന്നിൽ കോഴിക്കോട് CPM-നുള്ളിലെ ചേരിപ്പോരും ഒരായുധമാണ്. ജില്ലയിൽ രണ്ട് തട്ടിലാണ് CPM നേതാക്കളുള്ളത്. കോഴിക്കോട്ടെ രണ്ട് പ്രമുഖ CPM നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളി. എന്നാൽ അടുത്ത കാലത്തായി ഇയാൾ മറ്റൊരു നേതാവുമായി കൂടുതൽ അടുത്തു. ഇതോടെയാണ് ഇപ്പോഴത്തെ വിവാദ വിഷയം പുറത്തു വന്നതെന്ന് ശ്രദ്ധേയമാണ്. ഈ വിഷയം ഇനിയും നീണ്ടുപോയാൽ അത് സർക്കാരിനും പാർട്ടിക്കും വലിയ തലവേദന ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ വിഷയം ഒതുക്കാൻ നേതാക്കളുടെ ശ്രമം. ഇതോടെ പോലീസ് കേസാകാതിരിക്കാൻ വീണ്ടും ശ്രദ്ധിക്കും. കോഴിക്കോട്ടെ പല നേതാക്കൾക്കെതിരെയും മറ്റു പല ആരോപണങ്ങളും ഉയരാൻ സാധ്യതയുണ്ടെന്നത് മുൻനിർത്തിയാണ് ഈ നീക്കം. പരാതി പുറത്തുന്നയിക്കുന്ന സ്ഥിതി ഇല്ലാതാക്കാൻ ഒത്തുതീർപ്പിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ രംഗത്തുണ്ട്. പ്രശ്നം വഷളാവാതിരിക്കാൻ പാർട്ടി പതിവ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ഒഴിവാക്കി. അതേസമയം ഇക്കാര്യം ഗൗരവത്തോടെയാണ് സംസ്ഥാന നേതൃത്വം കാണുന്നത്. തട്ടിപ്പുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. എന്നാൽ പാർട്ടി സെക്രട്ടറി അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടും താൻ ഒന്നും അറിഞ്ഞില്ലെന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉന്നയിച്ച ആരോപണം CPM ജില്ലാ നേതൃത്വത്തിലെ ചില നേതാക്കളെ ഉന്നമിട്ടാണ്. അത് അവർക്കും ബോധ്യമുണ്ട്. ഇവർ തിരിച്ചടിക്കാൻ അവസരം കാത്തിരിക്കുകയാണ്. ഇതോടെയാണ് വിഷയം ഒത്തുതീർക്കാൻ നീക്കം സജീവമായിരിക്കുന്നത്. ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ ഓഫീസിലും പരിസരത്തും നേതാക്കൾക്കൊപ്പവും നിരന്തര സാന്നിധ്യമായി നിൽക്കുന്നതാണ് കോക്കസ് ആരോപണത്തിന്റെ അടിസ്ഥാനം. കോഴ വാങ്ങിയ ഏരിയ കമ്മിറ്റി അംഗവും ഇതിന്റെ ഭാഗമാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. പാർട്ടി അന്വേഷണം കടുപ്പിച്ചാൽ പല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലേക്കും അത് എത്തുമെന്നതാണ് പ്രശ്നം ഒതുക്കി തീർക്കാൻ ബിസിനസ് ക്ലാസ്സിലുള്ളവർ തന്നെ രംഗത്തിറങ്ങിയത്. പരാതി പുറത്തുവരില്ലെന്ന് ഉറപ്പാക്കിയതോടെയാണ് ആരോപണ വിധേയനായ നേതാവ് പരസ്യമായി പ്രതികരിച്ചതെന്നാണ് സൂചന. പണം തിരിച്ചു കിട്ടുമെന്ന ഉറപ്പ് ലഭിച്ചതിനാൽ പരാതിക്കാരും രംഗത്ത് വന്നില്ല. PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന കാര്യം പുറത്തു വന്നതോടെ കോഴിക്കോട് പാർട്ടിക്കുള്ളിൽ പുകയുന്നത് റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള വൻകിട ഇടപാടുകളുടെ വിവരങ്ങളാണ്. ഭൂമി ഇടപാടുകൾ, ക്വാറി ഇടപാടുകൾ, വൻകിട കെട്ടിട നിർമ്മാതാക്കളുമായുള്ള ചങ്ങാത്തം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് മറച്ചു നൽകുന്ന ഇടപാടുകൾ എന്നിവയെല്ലാം ഇതിലുണ്ട്. ചില ക്വാറി ഇടപാടുകളിലും നേതാക്കളുടെ പേരിൽ ആരോപണമുണ്ട്. CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിയാണ് കോഴ വാങ്ങിയതെന്നാണ് ആരോപണം ഉയർന്നത്. വിഷയത്തിൽ പാർട്ടി പരാതിക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി. കോഴ ആരോപണം സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടിക്ക് 4 അംഗ കമ്മീഷനെയും CPM നിയോഗിച്ചു. CITU നേതാവ് അടക്കമുള്ള 4 അംഗ കമ്മീഷനെയാണ് അന്വേഷണത്തിന് പാർട്ടി നിയോഗിച്ചത്.